വിപ്ലവം വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്ന MP രാജേഷും K കൃഷ്ണൻകുട്ടിയും അവരുടെ ജില്ലയാണ് പാലക്കാട്. ആ പാലക്കാട്ടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വേണം അവർ സംസ്ഥാനത്തെ ദാരിദ്ര്യ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ ശ്രമിക്കേണ്ടത്. ഇതെല്ലാം പറയാൻ കാരണം 32 ദിവസം മുമ്പ് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി വീണ് പരിക്കേറ്റ് ജില്ലാ ആശുപത്രിയിലെത്തിയപ്പോൾ കൈ മുറിച്ചു മാറ്റി. പല്ലശ്ശന സ്വദേശി വിനോദിനി എന്ന 9 വയസ്സുകാരി ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ ICUയിൽ കഴിയുകയാണ്. ദിവസം ഇത്ര കഴിഞ്ഞു, ആരോഗ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇടപെട്ട് ഈ കുടുംബത്തിന് ഒരു സമാശ്വാസം, ഒരു സഹായം ഇതുവരെ നൽകിയിട്ടില്ല. സന്നദ്ധ സംഘടനകൾ നൽകുന്ന ഉച്ചയൂണല്ലാതെ ഒരു സഹായവും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇടപെട്ടതിനെ തുടർന്ന് മരുന്നുകൾ ലഭിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ, കളിച്ചുകൊണ്ട് ഇരുന്ന കുട്ടി വീണ് മുറിവേറ്റ് ആശുപത്രിയിലെത്തിയപ്പോൾ അതിന് നഷ്ടപ്പെട്ടത് സ്വന്തം കൈയാണ്. അങ്ങനെ കൈ മുറിച്ചു മാറ്റപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ ജില്ലാ ആശുപത്രിയിലെ അധികൃതർക്കുണ്ട്. ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഇളയ 2 കുട്ടികൾ കൂടിയുള്ള 6ഉം 4ഉം വയസ്സുള്ള കുട്ടികൾ കൂടിയുള്ള ഈ കുടുംബം, ഈ വിനോദിനിയുടെ അച്ഛൻ വിനോദ് പറയുന്നത് കൂലിപ്പണിക്കാരാണ് തങ്ങൾ. കഴിഞ്ഞ 1.5 മാസമായി ജോലിയില്ല, പട്ടിണിയാണ്. സന്നദ്ധ സംഘടനകൾ നൽകുന്ന ഉച്ചയൂണ് മാത്രമാണ് അഭയം. നമ്മുടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ആളുകൾ, മന്ത്രി MP രാജേഷും K കൃഷ്ണൻകുട്ടിയും അടക്കമുള്ള ആളുകൾ, ഇവരെല്ലാം വിചാരിച്ചാൽ ഈ കുടുംബത്തിന് ഒരു സാമ്പത്തിക സഹായം നൽകാൻ കഴിയില്ലേ? മുൻ MLA ആയിരുന്ന രാമേന്ദ്രൻ നായർ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കടബാധ്യത 25 ലക്ഷത്തോളം എഴുതിത്തള്ളാൻ തീരുമാനിച്ച മന്ത്രിസഭയാണ് പിണറായിയുടേത്. അതുപോലെ തന്നെ NCP നേതാവായിരുന്ന ഉഴവൂർ വിജയൻ അന്തരിച്ചപ്പോൾ MLA പോലും അല്ലാതിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് 25 ലക്ഷം പ്രത്യേക അധികാരം ഉപയോഗിച്ച് നൽകിയ മുഖ്യമന്ത്രിയാണ് പിണറായി. അതുപോലെ പാലക്കാട് ജില്ലയിലെ MLA ആയിരുന്ന KV വിജയദാസ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് ജോലി നൽകിയ സർക്കാരാണ് നമ്മുടെ സർക്കാർ. എന്തിനേറെ പറയുന്നു, CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരിയുടെ ഗൺമാൻ വാഹനാപകടത്തിൽ മരിച്ചപ്പോൾ ആ കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും സാമ്പത്തിക സഹായവും നൽകാനുള്ള ആർജവം കാണിച്ച സർക്കാരാണ് പിണറായി സർക്കാർ. രാമേന്ദ്രൻ നായരുടെ കടബാധ്യത എഴുതിത്തള്ളിയതിന് പുറമെ അദ്ദേഹത്തിൻ്റെ മകന് ഗസറ്റഡ് ഉദ്യോഗസ്ഥനായി ജോലിയും നൽകി. അങ്ങനെ ഉദാരമനസ്കനായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ എന്തുകൊണ്ടാണ് ഈ ദരിദ്ര കുടുംബത്തെ കാണാതിരിക്കുന്നത്? കൈ നഷ്ടപ്പെട്ട ആ കുട്ടിക്ക്, ആ കുടുംബത്തിന് സഹായം എത്തിക്കാൻ ഇനിയും വൈകിക്കൂടാ.